അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുളപ്പറമ്പ് സുന്നി പടയണി ഗ്രൂപ്പിലെ പ്രവർത്തകരോട് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽപ്പെട്ട പരിശുദ്ധമായ സക്കാത്തിനെ കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും അല്പസമയം ഒരു 5-10 മിനിറ്റ് സംസാരിക്കാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൻ്റെ വിതരണം ചെയ്യുമ്പോൾ മനസ്സിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഷാഫിഈ മദ്ഹബിലെ പ്രബലാഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഒരാളുടെ സക്കാത്ത് എല്ലാ സിൻഫിൽ നിന്നുള്ള 3 ആളുകൾക്ക് വീതം കൊടുക്കണമാണ് എന്നാണെങ്കിലും ഷാഫിഈ മദ്ഹബിൽ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ടപ്പോൾ ഫുഖറാ, മിസ്കീന് പോലെയുള്ള കടക്കാര്, പൊതുമുസ്ലിം പോലെയുള്ള ഒരു സിൻഫിൽ നിന്ന് 3 ആളുകൾക്ക് കൊടുത്താൽ മതിയെന്നും ഒരൊറ്റ വ്യക്തിക്ക് തന്നെ കൊടുത്താൽ വീടുമെന്നും ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. മുതലിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അത്യാവശ്യം നല്ല മുതലുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഫക്കീറിന് കൊടുക്കുമ്പോൾ, ഇപ്പോൾ 40 വയസ്സായ ഒരു ഫക്കീറിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാലിബുൽ ഉംർ എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ ശരാശരി ആയുസ് മാബൈന അമാറു ഉമ്മത്തി മാബൈന സിത്തീന വ സബഈന, 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് ശരാശരി ആയുസ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഫുഖഹാ 60 ആണെന്നും ചില ഫുഖഹാ മേലെ തല പിടിച്ചിട്ട് 70 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 60 ആണെന്ന അഭിപ്രായം പിടിക്കുകയാണെങ്കിൽ 40 വയസ്സുള്ള ഒരു ഫക്കീറിന് സക്കാത്ത് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാലിബുൽ ഉംർ, ആ വാലിബുൽ ഉംർ എന്ന് പറയുന്ന 20 വർഷം കൂടി ജീവിക്കാൻ ഉതകുന്ന ആസ്തി ഉണ്ടാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 20 കൊല്ലം ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഗതി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഓട്ടോ ഇല്ലെങ്കിൽ ഒരു ഓട്ടോ വാങ്ങാൻ പറ്റുന്ന തുക അദ്ദേഹത്തിന് കൊടുക്കുക. അങ്ങനെ അദ്ദേഹം പിന്നീട് അടുത്ത വർഷം ഒരു ഫക്കീറാകാത്ത നിലക്ക് അങ്ങനെ ഒരു മനുഷ്യനിക്ക് ഇസ്തിഗ്നാ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ കൊടുക്കലാണ് സക്കാത്തിൻ്റെ യഥാർത്ഥ രീതി. വർഷാവർഷം എല്ലാവർക്കും ഒരു 50 രൂപ കൊടുത്ത് തടി കഴിച്ചിലാകുന്ന രൂപമല്ല ഫിഖ് പറയുന്നത്. ഒരു ഫക്കീറിൻ്റെ വയസ്സും വാലിബുൽ ഉംറും നോക്കിയിട്ട് ആ വാലിബുൽ ഉംറിലേക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ ഉതകുന്ന ഒരു വസ്തു വാങ്ങിക്കൊടുക്കാൻ പറ്റുകയില്ല, അതിൻ്റെ തുക കൊടുക്കലാണ് സക്കാത്തിൻ്റെ പൂർണ്ണമായ രീതി എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രീതി പലപ്പോഴും നമ്മളിൽ കാണുന്നില്ല. നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരു 50 റുപ്യ കൊടുക്കും, ഒരു 100 റുപ്യ കൊടുക്കും, അങ്ങനെയല്ല. വാലിബുൽ ഉംറിലേക്ക് അത് നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 2, 3, 4 ആളുകൾ ഒന്നിച്ച് കൊടുത്താലും ആ ആൾക്ക് ഒരു ഐശ്വര്യമുണ്ടാക്കുന്ന നിലക്ക് സക്കാത്ത് കൊടുക്കണമെന്നതാണ് ഫിഖ്ഹിൻ്റെ കിതാബുകൾ വിവരിക്കുന്നത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പുതുമുസ്ലിം എന്ന് പറയുന്നത് ഒരു കുലപ്പേരല്ല എന്നും മനസ്സിലാക്കണം. ഏതോ ഒരാൾ വല്ലിപ്പാരോ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നതായതുകൊണ്ട് അവർ പുതുമുസ്ലിം ആവുകയില്ല. വന്ന വ്യക്തി മൻ അസ്ലമ, ഇസ്ലാമിൽ പ്രവേശിക്കുകയും വനിയ്യത്തുഹു ദഈഫത്തുൻ, മനസ്സ് പതറിയ ആളാണ്, മനസ്സിലിങ്ങോട്ട് രൂഢമൂലമായിട്ടില്ല വിശ്വാസം, എന്നാൽ മുസ്ലിമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ബാഹ്യമായിട്ട് വിധിക്കപ്പെടാൻ പറ്റുകയും ചെയ്യും. ആ അവസ്ഥയിലുള്ള ആൾക്കാണ് പുതുമുസ്ലിം എന്ന് പറയുന്നത്. അയാളുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ തറവാടിനോ പുതുമുസ്ലിം എന്ന നിയമം ഇല്ല എന്നതും കൂട്ടത്തിൽ മനസ്സിലാക്കണം. ബാഹ്യമായിട്ട് മുസ്ലിമായിട്ട് വിധിക്കാൻ പറ്റുകയും വേണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുർബലതയുള്ള ആളാണെന്ന് കണ്ടാൽ ആ ആൾക്ക് സക്കാത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിയത്തിനെ ഉറപ്പിക്കുക എന്നതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്.
ബാഹ്യമായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ അദ്ദേഹം മുസ്ലിമായിട്ട് ശറഅ് കണക്കാക്കും, വിധിക്കും. അദ്ദേഹത്തിൻ്റെ ഖൽബ് പരിശോധിക്കേണ്ട ആവശ്യം നമുക്കില്ല, പാടുമില്ല. മഹാനരായ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധരണാങ്കളത്തിൽ വെച്ചുകൊണ്ട് ശത്രുവുമായിട്ട് പോരാടി അദ്ദേഹത്തെ മലർത്തി കിടത്തി വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടും ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അറുത്തു കൊന്നുകളഞ്ഞു. ഈ വിഷയം ഹബീബായ മുത്തുനബി തങ്ങൾ അറിഞ്ഞപ്പോൾ ആ ഖതൽതുഹു ബഅദൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിൻ്റെ ശേഷം നീ അദ്ദേഹത്തെ കൊന്നോ എന്ന് 3 പ്രാവശ്യം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചൂടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ നബി അത് വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയതാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിച്ച ഒരു ചോദ്യം മുസ്ലിം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഹല്ലാ ശഖഖത ഖൽബഹു, അദ്ദേഹത്തിൻ്റെ കൽബ് കീറി നോക്കാൻ നിന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് കീറി നോക്കിക്കൂടായിരുന്നോ? കൽബിൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. ബാഹ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മുസ്ലിമായിട്ട് വിധിക്കപ്പെടുന്നതാണ്. പിന്നീട് അവൻ്റെ വിശ്വാസം റെഡിയായെങ്കിലേ അവനിക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ടാവുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യമാണ്. മുനാഫിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ പള്ളിയിൽ വരികയും നോമ്പനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അവരുടെ ഉള്ളിൽ വിശ്വാസമില്ല. അത് ഇസ്ലാമിൻ്റെ വാളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്തതായിരുന്നു എന്ന് മനസ്സിലാക്കുക. അവർ മരണപ്പെട്ടാൽ മുത്തുനബി തങ്ങളടക്കമുള്ള ആളുകൾ നിസ്കരിച്ചിരുന്നു എന്നും അവസാനം മുത്തുനബി തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത ഹുദൈഫത്ത് ബിൻ യമാൻ നിസ്കരിക്കാനില്ലെങ്കിൽ ഉമർ എന്നവർ മെല്ലെ തടി തപ്പലായിരുന്നു എന്നും മറ്റുള്ള സ്വഹാബികൾ ഉള്ളിൽ വിശ്വാസമില്ല, കപടന്മാരാണ്, ബാഹ്യമായിട്ട് ഇസ്ലാം കൊണ്ട് വിധിക്കപ്പെട്ടിരുന്ന ആ ആളുകൾക്ക് നിസ്കരിക്കൽ പോലും ചെയ്തിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ശറഅ് ബാഹ്യത്തിലേക്കാണ് നോക്കുന്നത്. ഇത്രയും വിശദീകരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അവൻ അതിനു വേണ്ടി വന്നതാണ്, ഇതിനു വേണ്ടി വന്നതാണ്, അവൻ്റെ ലക്ഷ്യം ശരിയല്ല എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു കൊടിയ RSSകാരൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സത്യവാചകം ഉച്ചരിച്ച് അത് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞ് അവൻ അടുത്ത സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ടാലും അവനെ മുസ്ലിമായിട്ട് വിധിക്കണമെന്നതാണ് നമ്മുടെ ശറഇൻ്റെ കാഴ്ചപ്പാട് എന്ന് ഉണർത്തുന്നു. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാതിരുന്നാൽ ഒരു വലിയ അപകടം വരാനുണ്ടായത് കൊണ്ടും കൂടിയാണ് ഇത് ഞാൻ ഇത്ര സൂചിപ്പിക്കുന്നത്. ഇനി മഹാനരായ ഈസ നബി അലൈഹിസ്സലാം ആകാശലോകത്തു നിന്ന് ഇറങ്ങി വന്നാൽ വയഖ്തുലുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമെന്നും വയളൗ അൻഹുമിൽ ജിസിയ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ ജിസിയ തന്നുകൊണ്ട് ജീവിക്കാനുള്ള, കരം തന്നുകൊണ്ട് കപ്പം തന്നുകൊണ്ട് ജീവിക്കാനുള്ളതായ ആ കാര്യം അവരെ തൊട്ട് എടുത്തു കളയുമെന്നും, അഥവാ ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെയുള്ളൂ ആ ഓഫർ. പിന്നെ അവർക്ക് രണ്ടാലൊരു മാർഗമേ ഉണ്ടാവുകയുള്ളൂ. ഇമ്മൽ ഇസ്ലാം, ഒന്നിരിക്കൽ ഇസ്ലാം പ്രവേശിക്കുക, അല്ലെങ്കിൽ ഖത്ല്, സൈഫിനിരയാവുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ചേർക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് ശരിയല്ല. കാരണം ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല എന്ന ആയത്ത് ഓതിയിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോരാടുന്ന, ഈസാ നബി അലൈഹി സ്വലാമിനെ എതിർക്കുന്ന, ഈസാ നബിക്ക് ആയത്ത് ഓതിക്കൊടുക്കുന്ന ഒരു വർഗമായി നമ്മൾ രൂപാന്തരപ്പെടാതിരിക്കാൻ കൂടിയാണ് തലമുറയായിട്ട് ഇസ്ലാം നമ്മളെ ഉലമാ പഠിപ്പിച്ച രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. ലാ ഇക്റാഹ ഫിദ്ദീനി പോലെയുള്ള ആയത്തുകളുടെ നിയമം ഇന്ന് ഇന്ത്യ രാജ്യത്തേക്കല്ല ഞാൻ സംസാരിക്കുന്നത്, ഇസ്ലാമിലേക്കാണ് സംസാരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന് നിയമമല്ല, മറിച്ച് പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമം ഇപ്പോൾ ബാധകമല്ല.
അത് മൻസൂഖാണ്, അഥവാ അതിൻ്റെ വിധി ഇന്ന് ബാധകമല്ല എന്ന് സർവ മുഫസ്സിറുകളും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ തഖറബു സ്വലാത്തു വഅൻതും സുക്കാറ, കള്ളു കുടിക്കുന്നവരായ നിലക്ക് നിങ്ങൾ പള്ളിയിൽ വരരുത് എന്ന ആയത്തോതി ഇന്നും അത് ബാധകമാക്കുന്നത് പോലെ ഈ രൂപത്തിലുള്ള ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ വിഷയത്തെ മനസ്സിലാക്കിയാൽ ഈസ നബി അലൈഹി സ്വലാം അടക്കമുള്ള അമ്പിയാക്കന്മാരോട് പോരാടുന്ന വിഭാഗമായി നമ്മൾ മാറിപ്പോകുന്നതിന് തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ബാഹ്യമായിട്ട് മുസ്ലിമായിട്ട് വിധിക്കണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലുകയും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ അറിയപ്പെടാതിരിക്കുകയും ചെയ്താൽ അവരെ പൊതു മുസ്ലിമായി പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒന്നും പുതുമുസ്ലിം എന്ന നിയമം ബാധകമല്ല എന്നും ഉണർത്തുന്നു. അള്ളാഹു ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തുലിനെ ബാത്തുലായി മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഹിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.